ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വഗണവിവാഹം, ബഹിർഗണവിവാഹം എന്നിവ വേർതിരിച്ച് എഴുതുക. വിവാഹത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്വഗണവിവാഹമെന്നും മറ്റൊന്ന് ബഹിർഗണവിവാഹമെന്നും. സ്വഗണവിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ഗണത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഗണത്തിൽ നിന്ന്. ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിക്ക് പുറത്തുനിന്ന്, അതായത് സ്വന്തം ജാതിയിൽ നിന്നല്ല വിവാഹം കഴിക്കുന്നത്, പുറത്തുനിന്ന് വിവാഹം കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഗണത്തിന് പുറത്തുനിന്ന്, ഗ്രാമങ്ങൾക്ക് പുറത്തുനിന്ന്, അല്ലെങ്കിൽ മതത്തിന് പുറത്തുനിന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഇതിനാണ് ബഹിർഗണ വിവാഹം എന്ന് പറയുന്നത്. ജാതിക്ക് പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്നതിനെ ബഹിർഗണ വിവാഹം എന്ന് പറയുന്നു. ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് വളരെ മന്ദഗതിയിലാണ്. എന്തുകൊണ്ട്? ഇപ്പം നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാമങ്ങൾ പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാകണില്ല, പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ മാറ്റമില്ലാത്തതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ ജനങ്ങൾ നല്ലൊരു ശതമാനവും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ആശയവിനിമയ സൗകര്യങ്ങളുടെ അഭാവം, ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം, ഭൂപരിഷ്കരണ നിയമം അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് എന്താണ് ഗ്രാമങ്ങൾ പൊതുവെ മാറ്റങ്ങൾക്ക് എന്താണ് കാരണമാവാത്തത്. അപ്പം ഗ്രാമങ്ങളുടെ സാമൂഹിക ഘടന ഒരു പരമ്പരാഗത മാതൃക പിന്തുടരുന്നു. പരമ്പരാഗത സാമൂഹിക സ്ഥാപനങ്ങളായ ജാതി, മതം ഗ്രാമങ്ങളിൽ ശക്തമാണ്. നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതിനാൽ പട്ടണങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ മാറ്റം മന്ദഗതിയിലാണ്. ആധിപത്യ വിഭാഗങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ശക്തമാണ്. അവർ എല്ലാത്തരം ജോലിയും വിഭാഗങ്ങളും നിയന്ത്രിക്കുന്നു. കാർഷിക മേഖലയിലെയും കാർഷിക സാമൂഹിക ബന്ധത്തിലെയും മാറ്റങ്ങൾ ഗ്രാമീണ സമൂഹങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ വിപുലീകരണം, ആശയവിനിമയം, ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ, ഭൂപരിഷ്കരണ നിയമം, ഹരിത വിപ്ലവം തുടങ്ങിയ ഗ്രാമീണ മേഖലയിലെ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പം പ്രധാനമായിട്ടും ഗ്രാമങ്ങളെ മാറ്റില്ലാത്തതിന് കാരണം എന്താണ്? ഒന്ന് വിദ്യാഭ്യാസവും വലിയ ആശയവിനിമയ ഗതാഗത സൗകര്യങ്ങളില്ലായ്മ, പിന്നെന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം അതുപോലെ തന്നെ കൃഷി ഒരു പ്രധാന വരുമാന മാർഗം അല്ലെങ്കിൽ ഉപജീവന മാർഗമായിട്ട് ജനങ്ങൾ കാണുകയാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രാമങ്ങളിൽ മാറ്റങ്ങളില്ലാത്തതിൻ്റെ കാരണങ്ങൾ. വിവിധ തരം അഭിമുഖങ്ങൾ വിവരിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള അഭിമുഖങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിവരശേഖരത്തിനായി അന്വേഷകനും അല്ലെങ്കിൽ പ്രതികർത്താവും തമ്മിലുള്ള അഭിമുഖത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഭിമുഖം എന്ന് പറയുന്നത്. അപ്പം അഭിമുഖം പ്രധാനമായിട്ട് ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഘടനയോട് കൂടിയ അഭിമുഖം, ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് ഒരാളെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കുകയാണ്. അതിനാണ് നമ്മൾ ഘടനയോട് കൂടിയ അഭിമുഖം എന്ന് പറയുന്നത്. എന്നാൽ ഘടനയില്ലാത്ത അഭിമുഖം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകമായിട്ട് ഈ ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുന്നില്ല. ഈ ചോദ്യാവലി തയ്യാറാക്കാതെ പെട്ടെന്ന് നടത്തുന്ന അഭിമുഖത്തെയാണ് നമ്മൾ എന്താ പറയുക, ഘടനയില്ലാത്ത അഭിമുഖം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഭിമുഖം രണ്ട് തരത്തിൽ, ഘടനയോട് കൂടിയ അഭിമുഖം, ഘടനയില്ലാത്ത അഭിമുഖം. സംസ്കാരം എന്നാൽ എന്ത്? സംസ്കാരത്തിന് 3 മാനങ്ങളുണ്ട്, വ്യക്തമാക്കുക. എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ വരാറുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ജീവിത രീതിക്കാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ സംസ്കാരം, അമേരിക്കൻ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ കേരളീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഒരേ ജീവിത രീതി അല്ലെ, അവരുടെ ഒരേ ആശയങ്ങൾ, ഓരോരുടെ സങ്കല്പങ്ങൾ, ആചാരങ്ങൾ ഇവയെല്ലാം ഒരേപോലെ പിന്തുടരുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ജ്ഞാനാത്മക സംസ്കാരം, കൊഗ്നിറ്റീവ് കൾച്ചർ, നൈതിക സംസ്കാരം, നോർമറ്റീവ് കൾച്ചർ, ഭൗതിക സംസ്കാരം, മെറ്റീരിയൽ കൾച്ചർ. അപ്പം എക്സാമിന് 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും നമ്മൾ വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത്, നാം കാണുന്നതും കേൾക്കുന്നതായ പ്രക്രിയകൾക്ക് അർത്ഥം നൽകുന്നതിനാണ് സംസ്കാരത്തിൻ്റെ ജ്ഞാനാത്മക തലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണമായി ഒരു മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോൺ തിരിച്ചറിയുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള കാർട്ടൂൺ തിരിച്ചറിയുന്നത്, ഇതൊക്കെ ജ്ഞാനാത്മക സംസ്കാരത്തിന് ഉദാഹരണങ്ങളാണ്. നൈതിക സംസ്കാരം, പെരുമാറ്റ നിയമങ്ങളെ സംബന്ധിക്കുന്നവയാണ് സംസ്കാരത്തിൻ്റെ നൈതിക മാനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, അപരൻ്റെ കത്ത് തുറന്നു നോക്കാതിരിക്കുക, മരണ വീട്ടിലെ പെരുമാറ്റ രീതികൾ, ചടങ്ങുകൾ എന്നിവ. അപ്പം ഇതാണ് നൈതിക സംസ്കാരം എന്ന് പറയുന്നത്. 3, ഭൗതിക സംസ്കാരം. ഭൗതിക ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ചാറ്റിംഗ്,
അരിപ്പൊടി കൊണ്ട് തറയിൽ കോലം വരയ്ക്കുന്നത്, ഇതിനൊക്കെ എന്താണ് ഭൗതിക സംസ്കാരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സംസ്കാരം പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ചിലപ്പോൾ ഇത് വിവരിക്കാൻ വേണ്ടി വരാറുണ്ട്. സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി പട്ടികപ്പെടുത്തുക. എന്താണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഇതിൽ സമൂഹശാസ്ത്രം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമൂഹശാസ്ത്രം വളരെ വിശാലമായതാണ്. അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, മതപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, ആചാരപരമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ ഒരുപാട് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സമൂഹശാസ്ത്രം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ചലനാത്മകമായ സമൂഹത്തിലെ മനുഷ്യരെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രജ്ഞർ പ്രത്യേക ശ്രദ്ധാലുക്കളായിരുന്നു. മനുഷ്യൻ്റെ എല്ലാതരം ബന്ധങ്ങളും സാമ്പത്തികവും സാമൂഹികവും മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാവിധ പരസ്പരം ഇടപെടലുകളും സമൂഹശാസ്ത്രത്തിൻ്റെ പഠന മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാന ഘടകമായ കുടുംബ ബന്ധത്തിനപ്പുറം അധ്യാപകനും വിദ്യാർത്ഥിയും കച്ചവടക്കാരനും ഉപഭോക്താവും മുതലാളിയും തൊഴിലാളിയും തുടങ്ങിയ സുഹൃത്തുക്കൾ തമ്മിലുള്ള പരസ്പര ഇടപെടലുകൾ വളരെ സമൂഹശാസ്ത്രം വിശകലനം ചെയ്യുന്നു. ദേശീയവും അന്തർദേശീയവുമായ മാറ്റങ്ങളും പ്രശ്നങ്ങളും സമൂഹശാസ്ത്രത്തിൻ്റെ ചർച്ചയിൽ ഉൾപ്പെടുന്നു. സമൂഹത്തിലെ എല്ലാവിധ പ്രക്രിയകളും വിശകലനം ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ വർണ്ണം, വർഗം, ജാതി, മതം, പ്രദേശം തുടങ്ങിയ സംഘചിതത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ് സമൂഹശാസ്ത്രം. തൊഴിൽപരമായും വിശാല സാധ്യതയുള്ള വിഷയമാണ് സമൂഹശാസ്ത്രം. ഗവേഷണ പ്രക്രിയയിൽ പ്രാവീണ്യം നേടിയവർക്ക് നഗരാസൂത്രണം, വ്യവസായം, ബിസിനസ്, ഭരണനിർവഹണം, പരസ്യമേഖല തുടങ്ങിയ വിപുലമായ തൊഴിൽ സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം അധ്യാപനം, സാമൂഹ്യ പ്രവർത്തനം, തൊഴിലാളി ക്ഷേമം തുടങ്ങി അനുബന്ധമായ മേഖലകളുണ്ട്. സമൂഹശാസ്ത്രം എത്രത്തോളം വിശാലമാണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സമൂഹശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത്. സമൂഹശാസ്ത്രം പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് മനഃശാസ്ത്രവുമായിട്ടാണ്. അപ്പം മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതെങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള സാമ്യങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും ആന്ത്രപ്പോളജിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതും എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ 2 മാർക്കിനോ 3 മാർക്കിനോ സമൂഹശാസ്ത്രവും നരശാസ്ത്രവും തമ്മിലുള്ള ബന്ധമായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ വരും സമൂഹശാസ്ത്രത്തിന് വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കും. എങ്ങനെയായാലും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും തമ്മിൽ വ്യത്യാസപ്പെടുത്തുക എക്സാമിന് ആവർത്തിച്ചു വരുന്ന മറ്റൊരു ചോദ്യമാണ്. സമൂഹശാസ്ത്രവും സാമാന്യജ്ഞാനവും. സമൂഹശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അത് എന്താണ്? ഏകദേശം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സാമാന്യ ബോധജ്ഞാനത്തിൽ അത് ശരിയോ തെറ്റോ ആകാം, സ്വാഭാവികമോ വ്യക്തിപരമോ ആയിട്ടുള്ള വിശദീകരണമാണ്. അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയില്ല. എന്നാൽ സമൂഹശാസ്ത്രത്തിന് എന്താണ്? ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറ ഉണ്ട്. അത് എന്താണ്? വിശദീകരണത്തിലൂടെയും മറ്റൊക്കെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സമൂഹശാസ്ത്രത്തിന് സങ്കല്പനങ്ങളുടെയും പഠനരീതികളും ഒരു ചട്ടക്കൂടുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിന് അതില്ല. സാമാന്യ ബോധത്തിലൂടെ അറിവ് പുനർപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നില്ല. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണെന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ തെളിയിക്കപ്പെട്ടതും ഏറ്റവും ശരിയായതും മാത്രം സ്വീകരിക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനമാണ് സമൂഹശാസ്ത്രത്തിന്. സമസംഘങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് വിശദീകരിക്കുക. സമസംഘങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരേ പ്രായക്കാർ കൂടിയുള്ളതിനാണ് നമ്മൾ സമസംഘങ്ങൾ എന്ന് പറയുന്നത്. സമാന പ്രായത്തിലുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രൊഫഷണൽ ഗ്രൂപ്പിലോ പിയർ ഗ്രൂപ്പുകളായി സാധാരണയായി രൂപപ്പെടുന്നു. അവർ തുല്യ ഗ്രൂപ്പായി വിശേഷിപ്പിക്കാം. സ്കൂളിലെ സഹപാഠികൾ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു ഉദാഹരണമാണ്. അതായത് ഒരേ പ്രായത്തിലുള്ളത് സുഹൃത്തുക്കളാവാം, ഒന്നിച്ച് പഠിക്കുന്നവരായിരിക്കാം. ഇവരൊക്കെ നമ്മൾ എന്താണ്? സമസംഘങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഒരേ ഗ്രൂപ്പിൽപ്പെടുത്തുന്ന വിഭാഗങ്ങളാണ്. അപ്പം അവർ തമ്മിൽ ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും കാണിക്കലോ അല്ലെങ്കിൽ ഒരേ താല്പര്യമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെ സമസംഘങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആധുനിക രാഷ്ട്രത്തിൻ്റെ 3 സവിശേഷതകൾ എഴുതുക. ആധുനിക രാഷ്ട്രം പ്രധാനമായിട്ട് സേമരാഷ്ട്രമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് സേമരാഷ്ട്രത്തിൻ്റെ എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളാണ് എക്സാമിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ക്ഷേമരാഷ്ട്രം ഒരു ഗുണാത്മക രാഷ്ട്രമാണ്. സമൂഹത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാമൂഹ്യ നയങ്ങൾ രൂപകൽപ്പന ചെയ്യാനും
നടപ്പിലാക്കാനും അധികാരവും ബലവും ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യം അത്യന്താപേക്ഷിത ഘടകമായിരിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രം മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു സങ്കര രൂപമാണ്. അല്ലെങ്കിൽ ഇവിടെ രണ്ടിന്റെയും ഗുണങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയും ഉണ്ട്. ക്ഷേമരാഷ്ട്രം മുതലാളിത്ത വിപണിയെ ഉന്മൂലനം ചെയ്യുകയോ വ്യവസായത്തിലും മറ്റു രംഗങ്ങളും പൊതു നിക്ഷേപം ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. അപ്പം ഇതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ഷേമരാഷ്ട്രം മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് കൂടുതലായിട്ട് പരിഗണന കൊടുക്കുന്നതിൽ താല്പര്യം കൊടുക്കുന്നത്.